അതെ, അതൊക്കെ CC കഴിഞ്ഞാൽ CC ഇന്നലെ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്നുമുണ്ട്, നാളെയുണ്ട്. അപ്പോൾ നാളെ കഴിഞ്ഞാൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സാധാരണഗതിയിൽ ബ്രീഫ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനും പറയാനും സാധിക്കും. പല സംസ്ഥാനങ്ങളിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കണം. അതായത് സംസ്ഥാനത്ത് നിന്ന് വിട്ട് കേന്ദ്രത്തിലേക്ക് വരുമ്പോഴും വിമർശനങ്ങൾ പല സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അതെല്ലാം ഇങ്ങനെ പത്രക്കാരോട് വന്ന് പറയുന്നതല്ല പാർട്ടി രീതി. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം പത്രക്കാരോട് പറയും, ജനങ്ങളെ അറിയിക്കാൻ. അതല്ലാതെ ഓരോരുത്തർ പറഞ്ഞ വാക്കും ശൈലിയും രീതികളും എല്ലാം ഇങ്ങനെ വന്ന് പത്രക്കാരോട് പറയുമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ കേരളത്തിൽ പല ജില്ലാ കമ്മിറ്റികളിലും പ്രത്യേകിച്ച് മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയിലടക്കം വലിയ വിമർശനങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് നമ്മൾ കേരളത്തിൽ വെച്ച് ചോദിച്ചാൽ പോരെ? ഡൽഹിയിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികമാണ്, പാർട്ടിക്കകത്ത് ചർച്ചകളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും, ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ സത്തയെടുത്ത് നിങ്ങളോട് പറയും. ചില പാട്ടുകളുമായിട്ടൊക്കെയാണ് ഉപമിച്ച് പലരും വിമർശനം ഈ കമ്മിറ്റികളിൽ ഉന്നയിച്ചത്. അതൊന്നും എനിക്കറിയാത്ത കാര്യമാണ്. മട്ടന്നൂരിൽ നിന്ന് വന്നൊരു വിമർശനമായിട്ട് വന്നിരിക്കുന്നത് MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന പെരുമാറ്റം ജനങ്ങൾ വെറുപ്പുളവാക്കിയെന്നൊരു വിമർശനം. അത് ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞും കൂടാ. പോരെ, ഇപ്പോൾ തുടർന്ന് വിമർശനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പ്രത്യേക ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാവുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, ഒരു പാർട്ടി കമ്മിറ്റിയിൽ ഞാൻ ആ പാർട്ടി കമ്മിറ്റി പങ്കെടുത്ത ഒരാളല്ല. അങ്ങനെ പങ്കെടുക്കാത്ത ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. എന്തൊക്കെ വാർത്തയാണ്! ആ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ എടുത്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ, അതിന് ഞങ്ങളെപ്പോലുള്ളവർ മറുപടി പറയാൻ തുടങ്ങിയാൽ പിന്നെ എന്താകും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കമ്മിറ്റി പങ്കെടുത്ത ആളല്ല. എനിക്ക് ആ കമ്മിറ്റി നടന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനും സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം, CPM സംഘടനാ രീതി അനുസരിച്ച് ഓരോ ഘടകത്തിലും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അവിടെ തീരുമാനമെടുത്ത് ഉപരി കമ്മിറ്റി അറിയിക്കേണ്ട കാര്യങ്ങൾ ഉപരി കമ്മിറ്റി അറിയിക്കും. അത് പാർട്ടി രീതിയാണ്. പിന്നെ എഴുതുന്നത് മുഴുവൻ നിങ്ങളുടെയൊക്കെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ആയിരിക്കും. ഞങ്ങൾ എല്ലാ കാലത്തും, ഇന്നല്ല, ഞങ്ങൾ തെറ്റുതിരുത്തൽ രേഖ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്ലീനം അംഗീകരിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു സമ്മേളനം, അതുപോലുള്ളൊരു പ്രോസസ്സാണ് പ്ലീനം. അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കും. ഇതൊന്നൊരു പുതിയ സംഭവമല്ല. സോഷ്യൽ മീഡിയ സൃഷ്ടി എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ ആ കമ്മിറ്റി പങ്കെടുത്ത ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഒരു പാർട്ടി നടപടിക്രമം അനുസരിച്ച് ആ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരു പാർട്ടി അംഗവും ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ ഊഹാപോഹം എന്നല്ലാതെ ഞാനെന്ത് പറയാനാ? ഈ വിമർശനങ്ങൾ പരിശോധിക്കോ? നിലവില് ഞങ്ങളൊരു രീതിയാണത്. വിമർശനം, സ്വയം വിമർശനം, തെറ്റുകൾ കണ്ടെത്തൽ, തിരുത്തൽ, ശരിയായ നില സ്വീകരിക്കൽ, അത് ഞങ്ങളുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അത് ഇന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഓരോ സംസ്ഥാനത്തിലെ പാർട്ടിയൊക്കെ സ്വീകരിക്കുന്ന ഒരു പൊതു നിലപാടാണത്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാകുക. അല്ല, ഇത് പാർട്ടിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ല, ഞാനത് ഇന്നലെ പറഞ്ഞു. ദയവ് ചെയ്ത് ആ വിഴിഞ്ഞം പോർട്ട് ഉപേക്ഷിക്കരുത്, ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കരുത്, ആ വയനാട് തുരങ്കം ഉപേക്ഷിക്കരുത്, നാഷണൽ ഹൈവേ 66 ഉപേക്ഷിക്കരുത്. അതാ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്, ഉപേക്ഷിക്കരുത്. ഒരു ഗവൺമെൻറ്റിന് പല അധികാരമുണ്ട്. അവർ നിലപാട് സ്വീകരിക്കുന്നു. ജനം വിധി എഴുതട്ടെ, ജനം തീരുമാനിക്കട്ടെ, ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാം. രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് നിയമിച്ചു. ബംഗാളിലും ഇതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ പല
കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഒരു ജനാധിപത്യ രീതിയിലല്ല, RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന രീതിയാണ്. അതൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ രാജ്യത്തുണ്ടാക്കും. അതുകൊണ്ട് അത് ഓരോ പാർട്ടിക്കും അതിന് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ അവർക്കതിന് അധികാരമുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡ്വൈസറായിട്ട്, PA ആയിട്ട്, PS ആയിട്ട് ആരെ നിശ്ചയിക്കുന്നത് ആ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും അധികാരമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഏത് സർക്കാരും പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതാണ് ഞങ്ങളുടെ നിരീക്ഷണം, അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയം അടക്കം പുനരന്വേഷിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ട് അത്തരത്തിൽ പുനരന്വേഷണങ്ങൾ പലത് വരുന്നു. പ്രത്യേകിച്ച് ഗൺമാന്മാർക്കെതിരെ അന്വേഷണം വരും. ഇതിലേക്ക് എങ്ങനെയാണ് CPM? കൂത്തുപറമ്പിൽ 6 ആളെ വെടിവെച്ച് കൊന്ന സംഭവത്തെക്കാളും വലിയ സംഭവമല്ലല്ലോ അത്. അടുത്ത കാലത്തിലെ പുഷ്പം മരിച്ചത്, അതിനേക്കാളും വലിയ ഭീകര സംഭവമല്ലല്ലോ. ഈ ചീമേനിയിൽ 5 പേരെ ചുട്ടുകൊന്നതിനേക്കാളും വലിയ ഭീകര സംഭവമല്ലല്ലോ. ഇതെല്ലാം ഓർക്കുന്നത് നല്ലതാണ്. ഈ പുനരന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇതിനെയൊന്നും ഭയപ്പെടുന്നവരല്ല. ഞങ്ങൾ എന്തെല്ലാം കണ്ടിട്ടുള്ളവരാണ്, അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞാൻ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന് ആരും ധരിക്കരുത്. അതുകൊണ്ട് നല്ല അവധാനതയോടുകൂടി, പക്വതയോടുകൂടി കാര്യങ്ങൾ കണ്ട് കൈകാര്യം ചെയ്യുക, ജനക്ഷേമത്തിന് മുൻതൂക്കം കൊടുക്കുക, കേരളത്തിൻ്റെ സമഗ്ര വികസനം, പുരോഗതി, അതിനു വേണ്ടിയിട്ടുള്ള പരിഗണന കൊടുക്കുക, അതിന് കേരളത്തെ ആകെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇനി അവർ ചെയ്യുന്ന കാര്യം കണ്ട് നമുക്ക് വിലയിരുത്താം. ഉണ്ട്, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാത്തിരുന്ന് കാണാമത്. അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ തമിഴ്നാടിൽ അധികാരത്തിൽ വരുന്നത്. അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കത് നിരീക്ഷിക്കാം. അതിനെക്കുറിച്ച് നല്ലതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ദേശീയ പാർട്ടികളും, ഇടതുപക്ഷ പാർട്ടികളും വലതുപക്ഷ പാർട്ടികളും എല്ലാം ചിന്തിക്കട്ടെ. ഈ കാലഘട്ടം വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഒരു ശക്തിപ്പെടേണ്ട കാലഘട്ടമാണ്. അമേരിക്ക ഭരിക്കുന്ന ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. ഈ അപകടകരമായ സാഹചര്യം ലോകത്തിലുണ്ട്. ലോകത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയാണ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിനെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രവർത്തിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.